ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ അറസ്റ്റ് തടഞ്ഞു കോടതി. കോട്ടയം സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത്. 18-ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പി.സി. ജോർജിനെതിരെയാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ കോടതി തടഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. രീതിയിൽ വിവാദമാവുകയും അതിനെതിരെ യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് പി.സി. ജോർജിനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഇതിനെതിരെ പി.സി. ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഇപ്പോൾ നടത്തരുതെന്നും 18-ാം തീയതി, അതായത് ശനിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും വരെ അറസ്റ്റ് നടത്തരുത് എന്നുള്ള നിർദ്ദേശം പോലീസിന് കോടതി നൽകിയിരിക്കുന്നത്. ഈ 18-നാണ്, അതായത് ശനിയാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് പി.സി. ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നത്. ഈ പരാമർശം നടത്തിയതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് പി.സി. ജോർജ് രംഗത്തെത്തിയിരുന്നു. ഈ ഇത്തരത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടും അത്തരത്തിലുള്ള വേട്ടയാടാൻ ശ്രമിക്കുകയാണ്, തന്നെയും തന്റെ കുടുംബത്തെയും വേട്ടയാടാൻ ശ്രമിക്കുകയാണ് എന്ന് പി.സി. ജോർജും മകൻ ഷോൺ ജോർജും എല്ലാം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കേസ് ശക്തമായി മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് പി.സി. ജോർജ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ യൂത്ത് ലീഗാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ ഈരാറ്റുപേട്ട കോടതിയിൽ കേസ് നൽകിയത്. ഇതിൻ്റെ അറസ്റ്റിന് വേണ്ടി പോലീസ് നീങ്ങുമ്പോഴാണ് കൃത്യമായി കോടതി ഇടപെട്ട് ശനിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ.